വിളക്കിന്റെ 226ാമത് പ്രതിമാസ പരിപാടി. അത് ഇന്നത്തെ ചർച്ച കാലത്തെ സാഹിത്യം. അധ്യക്ഷൻ ബാബുസാദ് മറ്റേ മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ അബ്ദുൾ നിസാർ, അനുബന്ധ പ്രഭാഷകൻ സജി മോഹൻ, ഇവരുടെ എല്ലാം പ്രസംഗം കേൾക്കുകയുണ്ടായി. എന്നാലും എനിക്ക് കൂടുതലും നമ്മുടെ മുഖ്യ പ്രഭാഷകന്റെ വേവലേഖുമായിട്ട് യോജിച്ചു പോകാനാണ് തോന്നുന്നത്. ഞാൻ ആലോചിച്ച സംഗതികളെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ ചില സംശയരൂപേണ ഉള്ള ചില കൊച്ചു കൊച്ചു അഭിപ്രായങ്ങൾ മാത്രമുണ്ട്. ഞാൻ ഒരു ചെറിയ സംഗതികളിലൂടെ മറ്റുള്ള വ്യത്യാസങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ ശ്രമിക്കാം. ഇവിടെ തന്നെ ഇന്നത്തെ മഴയിൽ ഇത്രയും ആൾക്കാർ കുറഞ്ഞുപോയി എന്ന് ഒരാൾ പറഞ്ഞു. ഈ ചർച്ചയെക്കുറിച്ച് പറയണമെങ്കിൽ പറയുന്ന നമ്മുടെ വിളക്കിലെ ചർച്ച ഇന്ന് മഴ കാരണം പരാജയപ്പെട്ട ഒന്നായിരുന്നു എന്ന് പറയും. പക്ഷെ ഞാൻ പറയാണ്, ഇത്രയും വലിയ മഴ പുറത്ത് പെയ്യുന്നു. മഴ പുറത്ത് പെയ്യുന്ന ഒരു കാക്കകളോ കിളികളോ ഒന്നും ഇറങ്ങുന്നില്ല. ആ സമയത്ത് ഇത്രയും പേര് ഇവിടെ എങ്ങനെ വന്നു? ഇത് വൻ വിജയമായിരുന്നു. അപ്പൊ അതിനുശേഷം പറയും ഇങ്ങനെയും പറയാം എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു യുക്തി, നമ്മുടെ മനുഷ്യന്റെ ഒരു യുക്തി കൊടുത്താൽ മാത്രമേ അവിടെ എയുടെ ക്രിയേഷൻ ഉണ്ടാകുന്നത്. അതുവരെ ഇങ്ങനെ പറയില്ല. അപ്പൊ ആ തലത്തിൽ നമ്മൾ ചിന്തിക്കണം. പിന്നെ വേറെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം, പറയും മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് കൊണ്ട് കമ്പം, തേനി, ഡിണ്ടിഗൽ എന്നീ ജില്ലകളിലെ തമിഴ്നാട്ടുകാരുടെ കൃഷിക്കും മറ്റും വളരെയധികം ഉപയോഗം. അവരിപ്പോ ജലവൈദ്യുതികരാകുന്നു ഉണ്ടാക്കുന്നു. അവരെന്തെല്ലാം വ്യവസായം ഉണ്ടാക്കുന്നെങ്കിൽ അവിടെ പോയി നോക്കണം. എന്നാൽ മാത്രമേ മനസ്സിലാവും. ഇതെല്ലാം പറയും. പക്ഷെ ഞാൻ ഇതിന് ശേഷം വേറൊരു വേർഷൻ പറയുകയാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം ജോൺ പെനികുക്ക് നിർമ്മിച്ചതിന് ശേഷം കേരളീയർക്ക് ജോൺ പെനികുക്ക് ഒരു ഡ്രാക്കുളയാണ്. നമ്മുടെ ജീവരക്തമാണ് തമിഴ്നാട്ടുകാർ വീട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ജോൺ പെനികുക്ക് നമുക്കൊരു ഡ്രാക്കുളയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ജോൺ പെനികുക്ക് ഒരു ദൈവമല്ല, അദ്ദേഹം ഒരു ഡ്രാക്കുളയായിട്ടും കേരളീയർ പറയുന്നുണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത് സാഹിത്യത്തിലോട്ട്. അപ്പൊ നമ്മളൊരു ഇൻറ്റ്യൂഷൻ കൊടുത്താൽ മാത്രമേ യിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് വിജയമാണ്. ഇത്ര പെട്ടെന്ന് എല്ലാവർക്കും ടൂൾസിലൂടെ ബജറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ ആർക്ക് കഴിയും എന്നൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ രഹസ്യങ്ങളെല്ലാം ആൾക്കാരെല്ലാം മനസ്സിലാക്കി. ഇനി ബജറ്റിൽ ഒരു രഹസ്യവും കാണുന്നില്ല. അടുത്ത ബജറ്റ് തന്നെ ഇങ്ങനെ തരും. കേരളീയർക്ക് ആ സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇതല്ലേ സംഭവം. അപ്പൊ നമ്മള് അത്രത്തോളം അങ്ങ് ഡിപ്പെൻഡ് ചെയ്യണോ? ഡിപ്പെൻഡ് ചെയ്യേണ്ടിടത്ത് ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ മാർത്താണ്ഡവർമ്മ, ആറ്റിങ്ങൽ രാജകുമാരൻ, അദ്ദേഹത്തെ പരുവപ്പെടുത്തിയെടുത്തത് ചിറയൻകീഴ് താലൂക്കാണ് എന്ന് ഒരു കാലത്ത് പറയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ശേഷം ഇത് എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയും മാർത്താണ്ഡവർമ്മയെ അദ്ദേഹത്തെ പരുവപ്പെടുത്തിയെടുത്തത് ചിറയൻകീഴിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മറ്റും തമ്മിലുള്ള വ്യക്തത നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.